മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ എവല്യൂഷൻ ഓഫ് കെമിസ്ട്രി സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ കുറച്ച് ഇൻട്രൊഡക്ടറി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. സോ ഇറ്റ്സ് ജസ്റ്റ് എ സ്റ്റോറി ഓഫ് കെമിസ്ട്രി. ദാറ്റ് മീൻസ് നമുക്ക് എങ്ങനെയാണ് കെമിസ്ട്രി ഇവോൾവ് ചെയ്ത് വന്നു എന്നുള്ളതിൻ്റെ ഒരു സ്റ്റോറിയാണ്. നിങ്ങൾ തന്നെ കുറച്ച് സയൻറ്റിസ്റ്റുകളുടെ ബയോഗ്രഫിയൊക്കെ നിങ്ങളിപ്പോൾ സബ്മിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അത് നമുക്കറിയാം, ഓരോ പീരീഡിലും ഉണ്ടായിരുന്ന സയൻറ്റിസ്റ്റുകളിലൂടെയും അവരുടെ തോട്ട്സിലൂടെയൊക്കെയാണ് സയൻസും കെമിസ്ട്രിയും നമ്മൾ ഇന്ന് കാണുന്ന ഒരു ഫോമിലേക്ക് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കങ്ങനെ അതിൻ്റെ ഒരു എവല്യൂഷനാണ് ശരിക്കും ഈ ഒരു യൂണിറ്റിൽ നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഏൻഷ്യൻ തോട്ട്സ് എന്തായിരുന്നു, നമ്മൾ ബേസിക് കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുള്ള അതേ കാര്യങ്ങൾ തന്നെ ഇതൊരു സ്റ്റോറി ഫോമിൽ, അതായത് നമുക്കതിനകത്ത് കെമിസ്ട്രി ഇൻവോൾവ് അല്ലാതെ ജസ്റ്റ് അതിൻ്റെ സ്റ്റോറി പാർട്ട് മാത്രമായിട്ടാണ് നമുക്ക് ഈ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് വായിച്ചു പോകാനുള്ള കാര്യങ്ങളെ അതിനകത്തുള്ളൂ, കൂടുതൽ എക്സ്പ്ലനേഷൻ ആവശ്യമുള്ള കാര്യങ്ങളില്ല. അപ്പോൾ നന്നായിട്ട് വായിക്കണം. അപ്പോൾ അതിൽ നമുക്കൊരു ഔട്ട്ലൈൻ പോലെ സ്റ്റോറി പറഞ്ഞു പോകാം. അപ്പോൾ ഇതിൽ നമ്മളൊരു 4 എലമെൻറ്റ് തിയറിയും ഒറിജിൻ ഓഫ് ആൽക്കമിയൊക്കെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അതിനുശേഷം നമുക്ക് വരുന്നത് കുറച്ച് ഫേമസ് ആയിട്ടുള്ള സയൻറ്റിസ്റ്റുകളുടെ കോൺട്രിബ്യൂഷൻസാണ് നിങ്ങൾക്ക് പറയുന്നത്. പക്ഷേ നമ്മൾ ആ ഒരു കോൺട്രിബ്യൂഷൻസിലേക്ക് എത്തുന്നത് വരെയുള്ള മേജറായിട്ടുള്ള ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള ഇന്നൊവേഷൻസ് അല്ലെങ്കിൽ കെമിസ്ട്രിയിലേക്ക് കൂടുതൽ അച്ചീവ്മെൻറ്റ്സ് എങ്ങനെയാണ് വന്നു എന്നുള്ളതിനെ പറ്റി ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് പേരെടുത്ത് പറയേണ്ട കുറച്ച് സയൻറ്റിസ്റ്റുകളുണ്ട്. അപ്പോൾ നിങ്ങൾ എഴുതിയ ബയോഗ്രഫിയിലൊക്കെ ചിലപ്പോൾ ഇവരുടെ ബോയിലിനെ പറ്റിയൊക്കെ എഴുതിയിട്ടുള്ളവരുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതുമാണ്. റോബർട്ട് ബോയിൽ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ഫാദർ ഓഫ് കെമിസ്ട്രി എന്ന് വൺസ് അറിയപ്പെട്ടിരുന്ന ആളാണ്. അപ്പോൾ റോബർട്ട് ബോയിലിൻ്റെ ആ ഒരു പീരീഡ് എന്ന് പറയുന്നത് 1627 അയർലൻഡിലെ ഒരു സയൻറ്റിസ്റ്റ് ആയിരുന്നു. സോ അദ്ദേഹത്തിൻ്റെ ബയോഗ്രഫിയെ പറ്റിയൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഹീസ് ഫേമസ് ഫോർ ഹിസ് ബോയിൽസ് ലോ. അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. പ്രഷർ വോളിയം റിലേഷൻഷിപ്പിനെ പറ്റി സ്റ്റഡി ചെയ്യുകയും പ്രഷർ ഈസ് ഇൻവേഴ്സ്ലി റിലേറ്റഡ് ടു വോളിയം എന്നുള്ള ഒരു കൺക്ലൂഷനിലെത്തുകയും അത് PV ഈസ് എ കോൺസ്റ്റൻ്റ് എന്നുള്ള ഫേമസ് ആയിട്ടുള്ള ലോ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നത് ബോയിലിൻ്റെ വർക്കാണ്. അപ്പോൾ ബോയിൽ ലോ നമ്മുടെ ആ ഒരു പീരീഡിൽ എത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് അദ്ദേഹത്തിൻ്റെ വർക്കിലൂടെയാണ് അദ്ദേഹം കണ്ടുപിടിച്ചിരിക്കുന്നത്. സോ ഇൻവെൻഷൻ ഓഫ് എയർ പമ്പ് and Boyle's own ideas about the nature of the matter helped him to formulate the pressure volume relation. അപ്പോൾ എയർ പമ്പിൻ്റെയും പിന്നെ അദ്ദേഹത്തിൻ്റെ തന്നെ ഐഡിയാസുമാണ് ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ പിറകിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആ ഒരു ഇൻവെൻഷനിലേക്ക് എത്താൻ കഴിഞ്ഞത്. പമ്പിൻ്റെ പ്രവർത്തനവും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഐഡിയാസും കൂടെയൊക്കെ മിക്സ്ഡപ്പ് ആയിട്ടാണ്. അതുപോലെ അദ്ദേഹം he also tried to analyze the propagation of sound in air, the expansive force of freezing water, then the reflective and refractive powers of various substances. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ സ്റ്റഡീസിൽ വരുന്നതാണ്. അതിൻ്റെ ബാലൻസ് ആയിട്ട് നമുക്ക് എടുത്തു പറയാവുന്ന മറ്റൊരു പോയിൻ്റ് എന്ന് പറയുന്നത് ഹി ചലഞ്ച് ദ 4 എലമെൻറ്റ് തിയറി. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്ന 4 എലമെൻറ്റ് തിയറി അദ്ദേഹം ചലഞ്ച് ചെയ്തിരുന്നു. അപ്പോൾ നമുക്കറിയാം 4 എലമെൻറ്റ്സ് അല്ല, നമുക്കിപ്പോൾ 100ൽ കൂടുതൽ എലമെൻറ്റ്സ് നമുക്ക് സോഫാർ നോൺ ആണ്. അപ്പോൾ അത്രയും എലമെൻറ്റ്സ്, ആ എലമെൻറ്റ്സിൻ്റെ ബേസിക്കായിട്ട് ഉള്ള അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ അതിനെ ഒരു 4 എലമെൻറ്റ് കൺസെപ്റ്റായിട്ട് ഇരുന്നതിൽ നിന്നും ഇത്രയും അധികം എലമെൻറ്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ ആ 4 എലമെൻറ്റ്സ് അല്ല നമ്മുടെ മാറ്ററിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ വേൾഡിലുള്ളത് എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു സജഷൻ കൊണ്ടുവന്നത് ബോയിലായിരുന്നു. ഈ റൂൾഡ് ഔട്ട് ദീസ് പ്രിൻസിപ്പിൾസ് ലൈക്ക് വെറ്റ്നെസ്, ഡ്രൈനെസ്, കോൾഡ്നെസ്, ഹോട്ട്നെസ്, ഇങ്ങനെയൊക്കെയുള്ള പ്രിൻസിപ്പിൾസ്, ഇതിനെയൊക്കെ പ്രിൻസിപ്പിൾസ് ആയിട്ടാണ് കരുതിയിരുന്നത്. ഹി റൂൾഡ് ഔട്ട് ദാറ്റ് പ്രിൻസിപ്പിൾസ്
and number of elements will be much higher than this 4. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എലിമെൻറ്റിനെ പറ്റിയുള്ള കൺസെപ്റ്റ് തന്നെ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരുന്നു. അപ്പോൾ എലിമെൻറ്റ് മീൻസ് അക്കോർഡിംഗ് ടു ഹിം എലിമെൻറ്റ് മീൻസ് എ സബ്സ്റ്റൻസ് വിച്ച് കനോട്ട് ബി ഡീകമ്പോസ്ഡ് ഫർദർ ബൈ സിമ്പിൾ ഫിസിക്കൽ പ്രോസസ്സസ് ലൈക്ക് heating, cooling, powdering, etc., or applying pressure or electric current. And he also pointed out the existence of two other forms of substances, compounds and mixtures. Compounds and mixturesനെ പറ്റിയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള രണ്ട് ഫോംസിൻ്റെ എക്സിസ്റ്റൻസിനെ പറ്റിയും കൂടെ അദ്ദേഹം സജഷൻസ് പറഞ്ഞിരുന്നു. So, for example, hydrogen is an element while water formed from hydrogen and oxygen is a compound. അപ്പോൾ അങ്ങനെയുള്ള കൺസെപ്റ്റ്, കോമ്പൗണ്ട് എന്നുള്ള കൺസെപ്റ്റ് അല്ലെങ്കിൽ മിക്സ്ചർ എന്നുള്ള കൺസെപ്റ്റ്, ഇതൊക്കെ ബോയിലിൻ്റെ വർക്കിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഐഡിയാസിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. സോ വൺസ് അദ്ദേഹം ഫാദർ ഓഫ് കെമിസ്ട്രി ആയിട്ട് റിഗാർഡഡ് ആണ് എന്നുള്ളതും ഇവിടെ പോയിൻ്റ് ചെയ്തിട്ടുണ്ട്. സോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഏൻഷ്യൻ കൺസെപ്റ്റുകളിൽ ബോയിലിൻ്റെ തോട്ട്സായിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. സോ നെക്സ്റ്റ് കംസ് വൺ സയൻറ്റിസ്റ്റ് ആൻ്റണി ലെവോസിയർ. എനിക്ക് തോന്നുന്നു നിങ്ങൾ എഴുതിയിട്ടുള്ള സയൻറ്റിസ്റ്റുകളുടെ കൂട്ടത്തിൽ ഈ ഒരു പേരും ആൻ്റണി ലെവോസിയറിന് നിങ്ങൾക്ക് ഫെമിലിയർ ആണ്. ഹി വാസ് ബോൺ ഓൺ ഓഗസ്റ്റ് 1743. 1700s അല്ലെങ്കിൽ 16th സെഞ്ച്വറിയിലായിരുന്നു ബോയിലെങ്കിൽ 17th സെഞ്ച്വറിയിലേക്കാണ് ആൻ്റണി ലെവോസിയർ എന്ന് പറയുന്ന ഫേമസ് സയൻറ്റിസ്റ്റിനെ നമ്മൾ കാണുന്നത്. ഈവൻ ദോ ബൈ പ്രൊഫഷൻ ഒരു ലോയർ ആണെങ്കിലും അദ്ദേഹം ഹി യൂസ് ടു സ്റ്റഡി ജിയോളജി ആൻഡ് മിനറോളജി ഓഫ് ഫ്രാൻസ് ഡ്യൂറിങ് ദി പീരീഡ് 1764 to 1770. ഒരു സയൻറ്റിസ്റ്റിന് വേണ്ടുന്ന ഒരു ഗുഡ് ക്വാളിറ്റിയാണ്. ഹി വാസ് എ ഗുഡ് ഒബ്സർവർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മേജർ കോൺട്രിബ്യൂഷൻസ് വരുന്നത് മേജർ കോൺട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എടുത്തു പറയാവുന്നത് ഹി ഗീവ്സ് എക്സ്പ്ലനേഷൻ ടു കമ്പസ്റ്റ്യൻ, ദെൻ ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്, ഓക്സിജൻ തിയറി ആൻഡ് ഇക്വലൻസ് ഓഫ് കമ്പസ്റ്റ്യൻ ആൻഡ് റെസ്പിറേഷൻ. ഇതിനെ പറ്റിയിട്ടൊക്കെയുള്ള എക്സ്പ്ലനേഷൻസ് ആൻ്റണി ലെവോസിയർ പറഞ്ഞിട്ടുണ്ട്. He experimentally proved that during respiration oxygen is consumed and carbon dioxide is released. That is another important work of Anthony Lavoisier. And he also conducted experiments using calorimeter and showed that heat produced during respiration was equal to that heat produced when the same amount of oxygen was used to burn charcoal. Then processes like oxidation, fermentation, calcination, ഇതെല്ലാം ആ ഒരു സെഞ്ച്വറിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നത് ഒരു ഫ്ലോജിസ്റ്റൺ തിയറിയുടെ ബേസിലായിരുന്നു. അത് കൊണ്ടുവന്നിരുന്നത് ബെക്കർ ആൻഡ് സ്റ്റോളാണ്. സോ അക്കോർഡിംഗ് ടു ദം ഈ ഒരു പ്രോസസ്സസ്, അതായത് ഓക്സിഡേഷൻ, ഫെർമെൻറ്റേഷൻ, കാൽസിനേഷൻ എന്നൊക്കെ പറയുന്നത് ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ളൊരു പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ സബ്സ്റ്റൻസ് കോൾഡ് ഫ്ലോജിസ്റ്റൺ എല്ലാ സബ്സ്റ്റൻസസിലും ഉണ്ട്. ഡ്യൂറിങ് ദീസ് പ്രോസസ്സസ് അല്ലെങ്കിൽ ഓക്സിഡേഷനും ഫെർമെൻറ്റേഷനും ഒക്കെ നടക്കുന്ന സമയത്ത് ഈ ഫ്ലോജിസ്റ്റൺ എസ്കേപ്പ് ചെയ്ത് പോകുന്നു എന്നുള്ളതാണ്. ചാർക്കോൾ ഈസ് ഫുൾ ഓഫ് ഫ്ലോജിസ്റ്റൺ വിച്ച് എസ്കേപ്സ് ഇൻ ടു എയർ ഡ്യൂറിങ് ബേണിംഗ് ഗിവിങ് ഹീറ്റ് ആൻഡ് ലൈറ്റ്. ദാറ്റ് ഈസ് ദ കൺസെപ്റ്റ് ഓഫ് ദാറ്റ് ടൈം. ആൻഡ് ആൻ്റണി ലെവോസിയറിൻ്റെ മെയിനായിട്ടുള്ള ഒരു വർക്കെന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹി കുഡ് എക്സ്പ്ലെയിൻ ദ കമ്പസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു കെമിക്കൽ ചേഞ്ച് ആണെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ മെയിനായിട്ടുള്ള ഒരു കൺക്ലൂഷനായിരുന്നു. സോ ഇതിനിടയ്ക്ക് കുറച്ച് അറ്റ് ദ ടൈം ഓൺലി 4 gases were identified. One is fixed gas, one is dead air, nitrogen. Fixed gas is carbon dioxide and the other is inflammable air, hydrogen, and fire air, oxygen. അപ്പോൾ അത് ആ ടൈമിൽ നോൺ ആയിട്ടുള്ള 4 ഗ്യാസസ് ആയിരുന്നു ആൻ്റണി ലെവോസിയറിൻ്റെ പീരീഡിൽ.
സോ ഇത് ഓരോ പീരീഡ്സിലുമുള്ള റെനൗൺഡ് ആയിട്ടുള്ള സയൻറ്റിസ്റ്റുമാരും അവരുടെ വർക്കുകളെയും പറ്റി ജസ്റ്റ് മെൻഷൻ ചെയ്യുന്നു. ആസ് വി ആർ സ്റ്റഡിയിങ് ദ എവല്യൂഷൻ ഓഫ് കെമിസ്ട്രി, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ആ പീരീഡിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടുപിടുത്തങ്ങളായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ദെൻ നെക്സ്റ്റ് നമുക്ക് ഒരു ന്യൂ തോട്ടാണ് അറ്റോമിസം എന്ന് പറയുന്നത്. കെമിക്കൽ അറ്റോമിസം, അറ്റോമിസം അല്ലെങ്കിൽ അറ്റോമിക് തിയറി എന്ന് പറയുന്നത് ജോൺ ഡാൾട്ടൺ ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. അറ്റോമിസം എന്ന് പറയുന്ന കൺസെപ്റ്റ്, അല്ലെങ്കിൽ എല്ലാ മാറ്ററും ഇറ്റ് ഈസ് മെയ്ഡപ്പ് ഓഫ് ഇൻഡിവിസിബിളായിട്ടുള്ള ഒരു സ്മോളസ്റ്റ് യൂണിറ്റ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു അറ്റോമിസം എന്ന് പറയുന്ന ആ ഒരു ഗ്രേറ്റ് ഫിലോസഫിക്കൽ കൺസെപ്റ്റ് വിച്ച് എക്സ്പ്ലെയിൻസ് ദ നേച്ചർ ഓഫ് ദ യൂണിവേഴ്സ് ഇൻ എ വേ ദാറ്റ് യൂണിവേഴ്സ് ഈസ് കമ്പോസ്ഡ് ഓഫ് invisible and indestructible material particles. So the theory was elaborated by Democritus, and then John Dalton proposed his version of chemical atomism in the beginning of 19th century only. അപ്പോൾ അതായത് നമുക്കറിയാം, നമ്മളിപ്പോൾ 16-17 സെഞ്ച്വറികളിലൂടെ കടന്നുപോയി. ഇപ്പം 19th സെഞ്ച്വറിയിൽ വന്നപ്പോൾ അവിടെ ഇങ്ങനെ ഒരു കൺസെപ്റ്റ് നമുക്ക് എടുത്തു പറയാവുന്നൊരു കൺസെപ്റ്റായിട്ട് അറ്റോമിസം എന്ന് പറയുന്ന കൺസെപ്റ്റ് വന്നിട്ടുണ്ട്. സോ അറ്റോമിസം എന്ന് പറയുന്ന ഒരു ഗ്രേറ്റ് കൺസെപ്റ്റാണ്. അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന പല പല പ്രോസസ്സുകളെയും നമുക്ക് കൂട്ടി യോജിപ്പിക്കാനും മനസ്സിലാക്കാനും മാറ്ററിൻ്റെ ആറ്റോമിക് കൺസെപ്റ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. And then he also proposed that compounds are formed by the combination of chemical elements, and the weight of each element was found to be preserved during the course of a reaction. The weight of each element was found to be preserved during the course of a reaction. That is law of conservation of mass. അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് തിയറീസൊക്കെ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. മേജർ അസംഷൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കെമിക്കൽ അറ്റോമിസത്തിൻ്റെ മേജർ അസംഷൻ എന്ന് പറയുന്നത് ഓൾ മാറ്റർ ഈസ് മെയ്ഡപ്പ് ഓഫ് ഇൻഡിവിസിബിൾ ആൻഡ് ഇൻഡെസ്ട്രക്റ്റബിൾ പാർട്ടിക്കിൾസ് കോൾഡ് ആറ്റംസ്. അപ്പോൾ അതിലൂടെ നമുക്ക് ഒത്തിരി പുതിയ പുതിയ ഐഡിയാസും നമ്മുടെ അതുവരെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയാതിരുന്ന പല പല പ്രോസസ്സുകളും ഒക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ അതുവഴി കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ആറ്റം മോഡൽസ്, ഇത് വളരെ ഏൻഷ്യൻ ടൈംസിലെ അതിനെപ്പറ്റിയുള്ള തോട്ട്സ് ഉണ്ടായിരുന്നു. അതിൽ ഏൻഷ്യൻ ട്രഡീഷൻസിൽ നമുക്ക് കാണാൻ കഴിയുന്ന മഹർഷി കനാദ് എന്ന് പറയുന്ന മഹർഷിയുടെ ഒരു വ്യൂ ആണ്. അദ്ദേഹത്തിൻ്റെ വ്യൂ അനുസരിച്ച് സ്മോളസ്റ്റ് പാർട്ടിക്കിൾ കോൾഡ് പരമാണു എന്ന് പറയുന്ന ഒരു വേർഡ് റെഫർ ചെയ്തിട്ടുണ്ട്. വെസ്റ്റേൺ ട്രഡീഷനിൽ ദ എക്സിസ്റ്റൻസ് ഓഫ് ആറ്റം വാസ് ഫസ്റ്റ് പ്രപ്പോസ്ഡ് ബൈ ഗ്രീക്ക് ഫിലോസഫേഴ്സ് ലൈക്ക് ഡെമോക്രിട്ടസ്, അത് നമ്മൾ പറഞ്ഞിരുന്നു. പിന്നെ 1800s ആണ് ജോൺ ഡാൾട്ടൺ എന്തെങ്കിലും ഒരു ഐഡിയാസ് ഇതിനെപ്പറ്റി നമുക്ക് തരുന്നത്. ദെൻ ജോൺ ഡാൾട്ടൻ്റെ ബയോഗ്രഫിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഒരു പുവർ വ്യൂവർ ഫാമിലിയിലെ മെമ്പറായിരുന്നു ഇംഗ്ലണ്ടിലെ. സ്കൂളിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് he began teaching at the age of 12 and he became a school principal at the age of 18, and he taught colleges at Glasgow, London and Manchester, and finally resigned from his teaching profession and started his scientific work. So John Dalton, you can go through that biography. Then Dalton published a new system of chemical philosophy in which he proposed the following postulates. With atomism concept ആണ് ആദ്യം പറയുന്നത്.
Then all the atoms of a given element have identical properties including identical mass. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ജോൺ ഡാൾട്ടൻ്റെ അറ്റോമിക് തിയറിയിൽ. കോമ്പൗണ്ട്സ് ആർ ഫോംഡ് വെൻ ആറ്റംസ് ഓഫ് ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് കമ്പൈൻഡ് ഇൻ എ ഫിക്സഡ് റേഷ്യോ. Then chemical reactions involve reorganization of atoms. Atoms cannot be created, divided or destroyed during any chemical or physical change. That is Dalton's theory, and this theory could explain the laws of chemical combinations like law of conservation of mass, law of definite proportions and law of multiple proportions. So the experimental facts discovered around the end of 19th century went against Dalton's theory, and the main findings were അറ്റോമിക് തിയറിയെ ചലഞ്ച് ചെയ്യുന്ന കുറച്ച് പോയിൻറ്റ്സ് 19th സെഞ്ച്വറിയുടെ എൻഡിൽ വന്നിട്ടുണ്ട്. ദാറ്റ് ചലഞ്ചിങ് പോയിൻറ്റ്സ് ആർ: ദ ഡിസ്കവറി ഓഫ് റേഡിയോ ആക്ടിവിറ്റി ഷോഡ് ദാറ്റ് സ്മോൾ ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആർ എമിറ്റഡ് ഫ്രം എ റേഡിയോ ആക്റ്റീവ് എലിമെൻറ്റ്. സോ ഇൻഡസ്ട്രക്റ്റബിൾ അല്ലെങ്കിൽ ഇൻഡിവിസിബിൾ എന്നൊക്കെ നമ്മൾ പറയുന്ന ആ ഒരു ആറ്റം കൺസെപ്റ്റിനെതിരായിട്ടാണ് ഈ പറയുന്ന പോയിൻറ്റ്സ് ആ സമയത്ത് ആർഗ്യുമെൻറ്റ്സ് വന്നിരിക്കുന്നത്. Discovery of isotopes, atoms of the same element having different mass number, discharge tube experiments. അപ്പോൾ നെക്സ്റ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ സബറ്റോമിക് പാർട്ടിക്കിൾസിൻ്റെ പിന്നെ ഡിസ്കവറീസാണ്. അപ്പോൾ ആറ്റം കൺസെപ്റ്റ് വന്നതിൽ നിന്നും അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുകയാണ്. സോ ഓൾ ദീസ് പോയിൻറ്റ്സ് എന്താണ് കാണിക്കുന്നത്? സബറ്റോമിക് അല്ലെങ്കിൽ ആറ്റംസിന് ഇനിയും ആറ്റംസിനുള്ളിൽ മൈന്യൂട്ടായിട്ടുള്ള അല്ലെങ്കിൽ അതർ പാർട്ടിക്കിൾസ് ആർ ദെയർ. ആറ്റംസിനെ നമുക്ക് പിന്നെന്താ എന്ത് ചെയ്യാൻ പറ്റില്ല, ആറ്റം കനോട്ട് ബി ഡിസ്ട്രക്റ്റഡ്, ബട്ട് ആറ്റത്തിനെ നമുക്ക് ആറ്റത്തിനുള്ളിലുള്ള മറ്റ് പാർട്ടിക്കിൾസിനെ പിന്നെയും നമുക്ക് അതിനകത്ത് ഉള്ളതായിട്ടുള്ള ഫീലിങ്സാണ് നമുക്ക് ഈ പറയുന്ന പോയിൻറ്റ്സ് തരുന്നത്. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ഡിസ്കവറീസിലേക്കാണ് അടുത്ത ഒരു പീരീഡിൽ സയൻറ്റിസ്റ്റുകളുടെ പോയിൻ്റ് ഔട്ട് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് കംസ് ദ ഡിസ്കവറി ഓഫ് electron, proton and neutron, and as we know that electrons are discovered by J.J. Thomson, and എൻ്റെ എക്സ്പെരിമെൻ്റൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ വായിച്ച് നോക്കാം. ചാർജ് ഓഫ് ഇലക്ട്രോണൊക്കെ പറഞ്ഞിട്ടുള്ളത് ചിലപ്പോൾ വൺ വേർഡ് ക്വസ്റ്റ്യനൊക്കെ ചോദിക്കും. അത് നമുക്ക് കെമിസ്ട്രി ആയിട്ട് ഇതിനകത്ത് ആകെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ഉള്ളതേ ഉള്ളൂ. ദെൻ പ്രോട്ടോൺ, ഗോൾഡ് സ്റ്റീനും റൂദർഫോർഡും രണ്ട് രീതിയിലും പറയുന്നുണ്ട് പ്രോട്ടോൺസിൻ്റെ ഡിസ്കവറിയെ പറ്റി. ദെൻ neutrons were discovered by James Chadwick. And then finally subatomic particles ൻ്റെ ഡിസ്കവറീസും വന്നതിന് ശേഷം നമുക്ക് കുറച്ചും കൂടെ വ്യക്തമായ ആറ്റോമിക് മോഡൽസ് അല്ലെങ്കിൽ ആറ്റത്തിൻ്റെ സ്ട്രക്ചറിനെ പറ്റി കുറച്ചുകൂടെ ക്ലാരിറ്റി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ആദ്യമായിട്ട് J.J. തോംസൺ ഒരു ആറ്റം മോഡൽ നമുക്ക് പിന്നെ സജസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ അത് നമ്മൾ പറയുന്ന പ്ലം പുഡിങ് അല്ലെങ്കിൽ റൈസിൻ പുഡിങ് ഓർ വാട്ടർ മെലോൺ മോഡൽ എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ള ആ മോഡലാണ് J.J. തോംസൻ്റെ മോഡലായിട്ട് വരുന്നത്. അതായത് ഒരു വാട്ടർ മെലോൺ ഒരു പോസിറ്റീവ് ചാർജിൻ്റെ ഒരു പൂളാണെങ്കിൽ അതിനകത്ത് അതിൻ്റെ സീഡ്സാണ് നെഗറ്റീവ് ചാർജസ് ആയിട്ട് നമ്മൾ ഇമാജിൻ ചെയ്യുന്നത്. അങ്ങനെയുള്ള കൺസെപ്റ്റുകൾ. ദെൻ നെക്സ്റ്റ് കംസ് റൂദർഫോർഡ് മോഡൽ ഓഫ് ആറ്റം. റൂദർഫോർഡ് മോഡൽ ഓഫ് ആറ്റത്തിൻ്റെ എക്സ്പെരിമെൻറ്റും കാര്യങ്ങളും അതും നിങ്ങൾ സ്റ്റഡി ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്കത് ഇവിടെയും വായിച്ചു പോകുന്നതേ ഉള്ളൂ. അതിൻ്റെ ഫൈൻഡിങ്സ് ഉണ്ട്, റൂദർഫോർഡിൻ്റെ എക്സ്പെരിമെൻറ്റും അതിൻ്റെ ഫൈൻഡിങ്സും. ദെൻ റൂദർഫോർഡ് മോഡൽ ഓഫ് ആറ്റത്തിൻ്റെ ഡ്രോബാക്സിനെ പറ്റി പറയുന്നുണ്ട്. അതിൻ്റെ ഡ്രോബാക്സിനെ ഓവർകം ചെയ്യുന്നതാണ് നെക്സ്റ്റ് വരുന്ന മോഡൽ, ദാറ്റ് ഈസ് ബോർ ആറ്റം മോഡലാണ്. അപ്പോൾ ബോർ ആറ്റം മോഡലിനും നിങ്ങൾ സ്കൂൾ ലെവൽ തൊട്ടേ പഠിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ആ ബോർ കൺസെപ്റ്റുകൾ ഒന്നിവിടെ മെൻഷൻ ചെയ്ത് പോയിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് നീൽസ് ബോറിനെ പറ്റിയും പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ബയോഗ്രഫിയൊക്കെ പറയുന്നുണ്ട്. ഹി ലിവ്ഡ് ഡ്യൂറിങ് ദ പീരീഡ് 1800 to 1962. ബോറിൻ്റെ ബയോഗ്രഫി ഒരുപക്ഷെ നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും.
അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ആ ബോറിൻ്റെ കൺസെപ്റ്റുകൾ ആണ് ഇവിടെ പറഞ്ഞു നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ബോറിൻ്റെ കൺസെപ്റ്റിൽ നമുക്കറിയാം, ബോറിൻ്റെ കൺസെപ്റ്റിൽ ഉള്ള ഫെയിലിയേഴ്സ് ഉണ്ട് ഓർ ഡ്രോബാക്സ് ഉണ്ട്. അതിനെ നമ്മൾ ഓവർകം ചെയ്തുകൊണ്ട് നമുക്ക് ഇന്ന് നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന് നിൽക്കുന്ന ഒരു കൺസെപ്റ്റാണ് ക്വാണ്ടം കൺസെപ്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്വാണ്ടൈസേഷൻ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ എവല്യൂഷനിൽ നമുക്ക് കുറച്ച് പേരെടുത്ത് പറയാവുന്ന കുറച്ച് സയൻറ്റിസ്റ്റുകളുടെ മേജറായിട്ടുള്ള കോൺട്രിബ്യൂഷൻസിനെ പറ്റി പറയുന്നുണ്ട്. ഫ്രെഡറിച്ച് വോളർ is a renowned scientist, German chemist who was a student of Berzelius and is regarded as a pioneer in organic chemistry. And in an attempt to prepare ammonium cyanate, ഇതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടുപിടുത്തം. അമോണിയം സയനൈറ്റ് സിൽവർ സയനൈഡും അമോണിയം ക്ലോറൈഡും ഉപയോഗിച്ച് പ്രിപ്പയർ ചെയ്യുന്നതിനിടയ്ക്ക് ഹി ആക്സിഡൻ്റലി സിന്തസൈസ്ഡ് യൂറിയ. അപ്പോൾ അമോണിയം സയനൈറ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ ഹി ഗോട്ട് യൂറിയ ഇൻ 1828. ദ ഫസ്റ്റ് ഓർഗാനിക് കോമ്പൗണ്ട് സിന്തസൈസ്ഡ് ഇൻ ദ ലബോറട്ടറി ആൻഡ് വാസ് എ ബിഗ് ബ്ലോ ടു ദ vital force theory. Wohler studied his subject thoroughly and discovered that urea and ammonium cyanate had the same chemical formula but different chemical properties, and this was the early discovery of isomerism also. And since urea has the formula CONH2 twice, നിങ്ങൾക്കറിയാം, and ammonium cyanate has the formula NH4CNO, രണ്ടിനകത്തെയും എന്താണ് അതിനകത്ത് അടങ്ങിയിരിക്കുന്ന കാർബണും നൈട്രജനും ഹൈഡ്രജനും ഓക്സിജൻ്റെയും അളവുകളെല്ലാം സെയിം ആണ്. ആൻഡ് വോളർ ഹാസ് ഓൾസോ നോൺ ഫോർ ബീയിങ് എ co-discoverer of beryllium, silicon nitride and calcium carbide. Then in the 1830s, in association with Justus von Liebig, he discovered benzoyl radical C7H5O. Then that gives the apparent support for Berzelius radical theory. അപ്പോൾ ഇത്രയൊക്കെ ഇൻവെൻഷൻസും അദ്ദേഹത്തിൻ്റെ വർക്കുകളൊക്കെ നമ്മൾ പറഞ്ഞതിൽ നിന്നും മേജറായിട്ടുള്ള പോയിൻറ്റ്സ് ഓർത്ത് വച്ചിരുന്ന് എഴുതുക. എപ്പോഴും ഇതിനകത്തെ മേജർ കോൺട്രിബ്യൂഷൻസ് ഒന്ന് രണ്ട് പേരുടെ നമുക്ക് ചോദിക്കാറുണ്ട്. സോ that's all about Friedrich Wöhler. And next is about Dmitry Mendeleev. Mendeleev's periodic table ഒക്കെ നമുക്ക് വളരെ ഫെമിലിയർ ആണ്. He lived in a period 1834 to 1907 and he is known as the father of Russian chemistry. അപ്പോൾ പീരിയോഡിക് ടേബിളുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ് എന്ന് പറയുന്നത് എലിമെൻസിനെ പറ്റിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ നോളജ് ആയിരിക്കണം. Mendeleev, he was graduated in 1855 and got an MA in 1856, appointed as professor of industrial chemistry at St. Petersburg and got a PhD degree, etc. And he became a professor of inorganic chemistry at the University of St. Petersburg at 1867. And during that period he published his masterpiece, The Principle of Chemistry, that in turn led to the സിസ്റ്റമാറ്റിക് ആൻഡ് പീരിയോഡിക് അറേഞ്ച്മെൻറ്റ് ഓഫ് എലിമെൻറ്റ്സ്. അപ്പോൾ പീരിയോഡിക് ടേബിളിൻ്റെ ബേസ് എന്ന് പറയുന്നത് മെൻഡലീവിൻ്റെ ടേബിളാണ്. ഹി പ്രപ്പോസ് ദ പീരിയോഡിക് ലോ ഫോർ ദ ഫസ്റ്റ് ടൈം. പീരിയോഡിക് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടിയെ ബേസ് ചെയ്ത് പീരിയോഡിക് ആയിട്ടുള്ള ചേഞ്ച്. അദ്ദേഹം ആദ്യം പറഞ്ഞിരുന്നത് അറ്റോമിക് വെയ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് പ്രോപ്പർട്ടീസിൻ്റെ ഗ്രഡേഷൻ വരുന്നതെന്നാണ്. അപ്പോൾ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതും വായിച്ചിട്ടുള്ളതുമാണ്. അപ്പോൾ അതനുസരിച്ചൊരു ടേബിൾ അദ്ദേഹം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ എന്താണ് കറക്ഷൻസ് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. അത് മിസ്മാച്ച് ഉണ്ട്. പ്രോപ്പർട്ടീസിനനുസരിച്ചിട്ട് ഉള്ള വെയ്റ്റിൻ്റെ ചേഞ്ചിനനുസരിച്ച് എക്സാക്ട്ലി പ്രോപ്പർട്ടീസ് ചേഞ്ച് കാണാത്ത എലമെൻറ്റ്സ് ഇടയ്ക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിനെയൊക്കെ റീഅറേഞ്ച് ചെയ്തും അതുപോലെ ഒരേ പ്രോപ്പർട്ടീസ് വരുന്ന എലിമെൻറ്റ്സിനെ ഒരുപോലെ ക്ലാസിഫൈ ചെയ്തും അങ്ങനെ പലതരത്തിലും അദ്ദേഹം അതിനെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിട്ടുപോയിട്ടുണ്ട് ചില എലമെൻറ്റ്സ്. അതിനൊക്കെ അദ്ദേഹം ഇക്ക എന്നുള്ളൊരു പേര് ചേർത്തിട്ടാണ് ആ ഒരു ബ്ലാങ്ക് കോളത്തിനെ നെയിം ചെയ്തിരുന്നത്. ലൈക്ക് ഇക്ക അലുമിനിയം, ഇക്ക ബോറോൺ ആൻഡ് ഇക്ക സിലിക്കൺ എക്സെട്ര. So he also predicted the properties for this
ഇക്ക മെറ്റൽസ്, അതായത് അൺഡിസ്കവേർഡ് ആയിട്ടുള്ള, ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ലാത്ത ബ്ലാങ്കായിട്ട് കിടക്കുന്ന ആ കോളത്തിനുള്ളിൽ വരാൻ സാധ്യതയുള്ള എലിമെൻറ്റിൻ്റെ പ്രോപ്പർട്ടീസ് അദ്ദേഹം പ്രെഡിക്റ്റ് ചെയ്തിരുന്നു. അതിൻ്റെ ഒറിജിനൽ പ്രോപ്പർട്ടിയുമായിട്ടാണ് ഇവിടെ കമ്പയർ ചെയ്ത് കാണിച്ചിരിക്കുന്നത്. ദ ഇക്ക സിലിക്കൺ ആക്ച്വലി ഇറ്റ് ഈസ് ജെർമേനിയം ആൻഡ് പ്രോപ്പർട്ടീസ് പ്രഡിക്റ്റഡ് ബൈ മെൻഡലീവ് ആൻഡ് ജെർമേനിയം. കളറ്, അതിൻ്റെ കളറെല്ലാം മാച്ച് ചെയ്ത് വരുന്നുണ്ട്. മാസ് ഏതാണ്ട് ഓൾമോസ്റ്റ് സെയിം ആണ്. ഡെൻസിറ്റി, ദെൻ അതിൻ്റെ ഓക്സൈഡ് ഫോർമുല എല്ലാം ഓൾമോസ്റ്റ് നമുക്ക് മാച്ചിങ് ആയിട്ട് കാണാൻ കഴിയും. അപ്പോൾ അതൊരു വലിയൊരു കണ്ടുപിടുത്തമാണ്. കാരണം എലിമെൻറ്റ്സ് നമ്മൾ പുതിയ പുതിയ എലിമെൻറ്റ്സ് നമുക്ക് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും നമ്മൾ ഓർഡർലി അറേഞ്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള ഒരു എലിമെൻറ്റ് മിസ്സിങ് ആയിട്ട് വരുന്നതിന് ഇങ്ങനൊരു എലിമെൻറ്റ് ഉണ്ടാകാനുള്ള സാധ്യതയും അതിൻ്റെ പ്രോപ്പർട്ടി ഇന്നതായിരിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത്, പ്രെഡിക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് അത്രത്തോളം അതിനെപ്പറ്റി ഉള്ള അറിവും അതിൻ്റെ സ്റ്റഡീസും നടത്തിയിട്ടുള്ളത് കൊണ്ട് മാത്രമാണ് മെൻഡലീവിന് അതിന് അങ്ങനെ ഒരു കാര്യം ചെയ്യാനായിട്ട് സാധിക്കുന്നത്. സോ അതിൽ നിന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ അറിവ് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അന്നത്തെ ആ ഒരു ടൈമിൽ ഇന്ന് നമ്മൾ അറിയുന്ന പോലെയുള്ള എക്യുപ്മെൻറ്റ്സോ അല്ലെങ്കിൽ സഡനായിട്ട് റിസൾട്ട് കിട്ടുന്ന സംവിധാനങ്ങളോ ഒന്നും ഇല്ലാത്ത സമയത്ത് എത്രയും സ്റ്റഡീസ് നടത്തിയതിന് ശേഷം ആണ് ഈ പ്രഡിക്ഷൻസ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് മൈക്കൽ ഫാരഡേ നമുക്ക് വളരെ ഫെമിലിയറാണ്. ഫാദർ ഓഫ് ഇലക്ട്രിസിറ്റി നമ്മൾ അറിയപ്പെടുന്ന ആളാണ്. ഹീസ് ബോൺ ഇൻ ലണ്ടൻ ഓൺ സെപ്റ്റംബർ 1791. അദ്ദേഹം പഠിച്ചൊക്കെ കഴിഞ്ഞിട്ടൊരു ന്യൂസ് പേപ്പർ ബോയ് ആയിട്ടാണ് ആക്ച്വലി വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബയോഗ്രഫി പറയുന്നുണ്ട്. ഹംഫ്രി ഡേവിയാണ് അദ്ദേഹത്തിൻ്റെ സാറ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അഡ്വൈസർ. അദ്ദേഹത്തിൻ്റെ ടോക്കുകളിലൂടെയാണ് ഫാരഡേ അദ്ദേഹത്തിൻ്റെ റിസർച്ച് ഫീൽഡിലേക്ക് വരുന്നത്. മൈക്കൽ ഫാരഡേയുടെ മേജർ കോൺട്രിബ്യൂഷൻസ് പറഞ്ഞിട്ടുണ്ട്. മൈനസ് സേഫ്റ്റി ലാമ്പ്, ദെൻ പ്രിപ്പറേഷൻ ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് അലോയ് സ്റ്റീൽസ്, പ്യൂരിഫിക്കേഷൻ ആൻഡ് കെമിക്കൽ കോമ്പോസിഷൻ ഓഫ് ക്ലേസ്, gunpowder, various gases. So many contributions he has given. Production of optical grade glass. You can go through this. എല്ലാം ഞാൻ വായിക്കുന്നില്ല, കാരണം വായിക്കാനുള്ളതേ ഉള്ളൂ. നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിക്കൊണ്ടാൽ മതി. നെക്സ്റ്റ് പിയറി ക്യൂറി, ഏത് നമുക്ക് വളരെ ഫെമിലിയറാണ്. മേരി സ്ക്ലോഡോസ്ക ക്യൂറി. പിയറി ക്യൂറി അതായത് അവരുടെ ഹസ്ബൻഡാണ്. ഒരുമിച്ചാണ് അവർ നോബൽ സമ്മാനം അല്ലെങ്കിൽ നോബൽ പ്രൈസ് ഷെയർ ചെയ്തിരിക്കുന്നത്. ന്യൂക്ലിയർ ഫിസിക്സ് അല്ലെങ്കിൽ റേഡിയോ ആക്ടിവിറ്റിയിലാണ് അവരുടെ നോബൽ പ്രൈസ് വന്നിരിക്കുന്നത്. ആൻഡ് മേജർ കോൺട്രിബ്യൂഷൻസ്, റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയുന്ന ടേം തന്നെ മേരി ക്യൂറിയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. And she also discovered two elements, polonium and radium, and developed new techniques to isolate radium from pitchblende, and established standard measure of radioactivity, and developed the medical applications of radium. ഓക്കെ, അപ്പോൾ ഇതാണ് മേജർ കോൺട്രിബ്യൂഷൻസ് വരുന്നത്. ഇനി നമുക്ക് പറഞ്ഞു പോകാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ കെമിക്കൽ സയൻസിൻ്റെ സ്ട്രക്ചർ, ഇതൊക്കെ നിങ്ങൾക്ക് വായിക്കാവുന്നതേ ഉള്ളൂ, നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഈ പറയുന്ന ഇത്രയും കാര്യങ്ങളിലൂടെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് വന്നിരിക്കുകയാണ്. ആ ഒരു സ്ട്രക്ചർ ബേസ്ഡ് ഓൺ ഓൾ ദീസ് ഫാക്ട്സ്. കെമിക്കൽ സയൻസ് എമർജസ് ഫ്രം ഓൾ ദീസ് ഫാക്ട്സ്. ഇന്ന് നമ്മൾ കാണുന്ന കെമിസ്ട്രി എന്ന് പറയുന്നത്, ഇന്ന് നമുക്കൊരു ലീഡിങ് ഒരു ബ്രാഞ്ചാണ് കെമിസ്ട്രി എന്ന് പറയുന്നത്. പക്ഷേ അത് പല പല ഇതുപോലെയുള്ള ഇൻവെൻഷൻസിലൂടെയും തോട്ട്സിലൂടെയൊക്കെ ഡെവലപ്പ് ചെയ്ത് വന്നിരിക്കുന്നതാണ്. ഈ പറയുന്ന എല്ലാവരും അതിന് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുമുണ്ട്. സോ സ്കോപ്പ് എന്ന് പറയുന്നതും നമുക്കറിയാം, ഇന്നത്തെ എല്ലാ ഇൻഡസ്ട്രീസും നമ്മുടെ എല്ലാ ഹ്യൂമൻ നീഡ്സും നമ്മുടെ എല്ലാ ഹ്യൂമൻ ബയോകെമിസ്ട്രിയും എല്ലാത്തിൻ്റെയും ബേസ് നമ്മൾ മനസ്സിലാക്കുന്നത് കെമിസ്ട്രിയിലൂടെയാണ്, അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷൻസിലൂടെയാണ്. എല്ലാത്തിൻ്റെയും ഉള്ളിൽ നമുക്ക് കെമിസ്ട്രി ഉണ്ട്. സോ ദാറ്റ് സ്കോപ്പ് ഓൾസോ ഇൻക്ലൂഡ് ഓൾ ദീസ് ഫാക്ട്സ്.
Then new sources of energy. അപ്പോൾ നമ്മുടെ സ്കോപ്പിൽ നമുക്ക് എടുത്തു പറയാവുന്ന കെമിസ്ട്രിയുടെ സ്കോപ്പുകളിൽ വരുന്നതാണ് ന്യൂ സോഴ്സസ് ഓഫ് എനർജി, ദെൻ ബയോകെമിക്കൽ പ്രോസസ്സുകൾ, ദെൻ എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ്, എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ പ്രൊട്ടക്ഷൻ ലൈക്ക് ദാറ്റ് സബ്ജക്ട്സ്, ദെൻ ന്യൂ എൻജിനീയറിംഗ് മെറ്റീരിയൽസ്. ഒരുപാട് എൻജിനീയറിംഗ് മെറ്റീരിയൽസ്, അതായത് സൂപ്പർ കണ്ടക്ടേഴ്സ്, കണ്ടക്റ്റിംഗ് പോളിമേഴ്സ്, നാനോ മെറ്റീരിയൽസ്, ഓപ്റ്റിക്കൽ ഫൈബേഴ്സ്, ഇതെല്ലാം ഇന്നത്തെ പുതിയ നമ്മുടെ റിസർച്ചിൻ്റെ ഭാഗമായി നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്ത മെറ്റീരിയൽസാണ്, അഡ്വാൻസ്ഡ് മെറ്റീരിയൽസ്. ഇതെല്ലാം കെമിസ്ട്രിയുടെ സ്കോപ്പിൽ വരുന്ന കാര്യങ്ങളാണ്. ഇനി നമുക്കതിൽ പലതരത്തിലുള്ള ബ്രാഞ്ചസ് ഉണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് ഫെമിലിയറാണ്. നിങ്ങൾക്കത് വായിച്ച് കുറച്ചും കൂടെ നിങ്ങൾക്ക് പോയിൻറ്റ്സ് ഓർമ്മിച്ചെടുത്ത് വായിച്ചാൽ പോയിൻറ്റ്സ് കുറച്ചുകൂടെ നിങ്ങൾക്ക് ഓർമ്മ നിൽക്കും. നിങ്ങൾക്ക് അറിയാവുന്ന തരത്തിൽ ഇനോർഗാനിക് കെമിസ്ട്രി ഉണ്ട്, ഓർഗാനിക് കെമിസ്ട്രി ഉണ്ട്, നമ്മൾ വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഫിസിക്കൽ കെമിസ്ട്രി ഉണ്ട്, അനലിറ്റിക്കൽ കെമിസ്ട്രി ഉണ്ട്, ദെൻ ബയോ കെമിസ്ട്രി, ദെൻ കമ്പ്യൂട്ടേഷണൽ കെമിസ്ട്രി, ദെൻ നിങ്ങൾ പേര് കേട്ടിരിക്കാൻ സാധ്യത കുറവുള്ള 1-2 കെമിസ്ട്രികളാണ് ഈ കമ്പ്യൂട്ടേഷണൽ ആൻഡ് കോമ്പിനേറ്റോറിയൽ കെമിസ്ട്രി എന്ന് പറയുന്നത്. ദെൻ കംസ് ഈ ഗ്രീൻ കെമിസ്ട്രി, എൻവയോൺമെൻറ്റൽ കെമിസ്ട്രി. ഇതെല്ലാം നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഓരോ വിഭാഗങ്ങളാണ്. ഇനോർഗാനിക് കെമിസ്ട്രി എന്ന് പറയുമ്പോൾ നമുക്കതിനകത്ത് സ്ട്രക്ചർ ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് എലിമെൻറ്റ്സ് ആൻഡ് കോമ്പൗണ്ട്സ് അതർ ദാൻ കാർബൺ ആൻഡ് ഹൈഡ്രോ കാർബൺസ്. അപ്പോൾ കാർബണും ഹൈഡ്രോ കാർബണും ഒക്കെ വരുന്നതിന് നമ്മൾ ഓർഗാനിക് കെമിസ്ട്രിയിൽ പഠിക്കും. So it covers all minerals that are not organic and are termed as non-living substances. അപ്പോൾ നമ്മൾ ലിവിങ് സബ്സ്റ്റൻസസിലൊക്കെ നമുക്ക് കാർബണും ഹൈഡ്രജനും ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ നോൺ ലിവിങ് മാറ്ററൊക്കെ കൂടുതലായിട്ടും ഏതിലായിരിക്കും വരിക? നമ്മൾ ഇനോർഗാനിക് പാർട്ടിലായിരിക്കും പഠിക്കുക. So it constitutes bioinorganic chemistry, coordination, geochemistry, nuclear chemistry, solid state chemistry, organometallic chemistry, synthetic inorganic, industrial inorganic. All these constitutes the main branch inorganic chemistry. സോ ഓർഗാനിക് കെമിസ്ട്രി നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഓർഗാനിക് മാറ്റർ ആൻഡ് ഇറ്റ് ഇൻക്ലൂഡ് പോളിമർ, ഫിസിക്കൽ ഓർഗാനിക് റിയാക്ഷൻസ്, മെഡിസിനൽ കെമിസ്ട്രി, പെട്രോ കെമിസ്ട്രി, സ്റ്റീരിയോ കെമിസ്ട്രി, ഓർഗാനോമെറ്റാലിക് കെമിസ്ട്രി. ഓൾ ദീസ് കം അണ്ടർ ഓർഗാനിക് കെമിസ്ട്രി. ദെൻ ഫിസിക്കൽ പ്രോസസ്സുകളുമായി റിലേറ്റ് ചെയ്ത് വരുന്നതും ഫിസിക്കൽ ഫിനോമിനാസിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതുമായ കെമിക്കൽ തെർമോഡൈനാമിക്സ്, കൈനറ്റിക്സ്, ക്വാണ്ടം മെക്കാനിക്സ്, ഫോട്ടോ കെമിസ്ട്രി, ഇലക്ട്രോ കെമിസ്ട്രി, സർഫസ് അഡ്സോപ്ഷൻ ലൈക്ക് റിയാക്ഷൻസ് വരുന്ന സർഫസ് കെമിസ്ട്രി, ദെൻ റേഡിയേഷനായിട്ട് ഇൻട്രാക്ഷൻ വരുന്ന സ്പെക്ട്രോസ്കോപ്പി. ഓൾ ദിസ് കം അണ്ടർ ഫിസിക്കൽ കെമിസ്ട്രി. ആൻഡ് ദെൻ അനലിറ്റിക്കൽ കെമിസ്ട്രി ഈസ് അനാലിറ്റിക്കൽ പാർട്ട്, അനാലിസിസ് പാർട്ടുമായിട്ട്, അതായത് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവായിട്ടും ക്വാളിറ്റേറ്റീവായിട്ടൊക്കെ നമ്മൾ അനലൈസ് ചെയ്യുന്ന വിങ്ങിനെയാണ് നമ്മൾ അനലിറ്റിക്കൽ കെമിസ്ട്രിക്കകത്ത് പെടുത്തിയിരിക്കുന്നത്. ദെൻ ബയോകെമിസ്ട്രി ഈസ് റിലേറ്റഡ് ടു ബയോളജിക്കൽ പ്രോസസ്സുകൾ, അല്ലേ? ലിവിങ് ഓർഗാനിസത്തിലുള്ള ബയോളജിക്കൽ പ്രോസസ്സുകളുമായി ബന്ധപ്പെട്ടതാണ് ബയോകെമിസ്ട്രി. അതിനകത്ത് വരുന്ന ചില ഡിവിഷൻസ് എന്ന് പറയുന്നത് എൻസൈമോളജി, എൻഡോക്രൈനോളജി, ദാറ്റ് സ്റ്റഡി ഓഫ് ഹോർമോൺസ്, ദെൻ ക്ലിനിക്കൽ ബയോകെമിസ്ട്രി, മോളിക്കുലാർ ബയോകെമിസ്ട്രി ആൻഡ് ഫാർമക്കോളജിക്കൽ ബയോകെമിസ്ട്രി. കുറച്ച് പുതിയതായിട്ടുള്ളൊരു കെമിസ്ട്രിയാണ് കമ്പ്യൂട്ടേഷണൽ കെമിസ്ട്രി. അത് ഇന്നും കോമൺ ആണ്. കമ്പ്യൂട്ടറിൻ്റെ ബേസ് ചെയ്ത് കമ്പ്യൂട്ടറിൻ്റെ ഹെൽപ്പോടുകൂടി നമ്മൾ ഇതുവരെ അൺറിസോൾവ്ഡ് ആയിട്ടുള്ള പ്രോബ്ലംസിനെ നമ്മൾ സോൾവ് ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു രീതിയാണ് കമ്പ്യൂട്ടേഷണൽ കെമിസ്ട്രി. അതായത് നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ സഹായം, കമ്പ്യൂട്ടറിനെയും കൂടെ നമ്മൾ അതിനകത്ത് ഇൻവോൾവ് ചെയ്യിച്ചുകൊണ്ടാണ് കമ്പ്യൂട്ടേഷണൽ കെമിസ്ട്രി വർക്ക് ചെയ്യുന്നത്. The term was first mentioned in book Computers and Their Role in Physical Sciences by Fernbach and Tobey. ഇദ്ദേഹമാണ് ഈ കമ്പ്യൂട്ടേഷണൽ കെമിസ്ട്രിയെ ഫസ്റ്റ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. Recently developed branch of chemistry utilizes principles of computer science to solve the chemical problems. അത് നമുക്കൊരു പരിധിവരെ വളരെ ആക്യുറേറ്റ് ആണെന്ന് പറയാം, അല്ലെങ്കിൽ വളരെ അപ്രോക്സിമേറ്റ് മെത്തേഡാണെന്നും പറയാം.
Highly accurate methods are feasible only for small systems and several approximation methods in the theoretical chemistry. അപ്പോൾ നമുക്ക് ഒരുപാട് അപ്രോക്സിമേഷൻസ് നമുക്ക് ഇതിനകത്തൂടെ നമുക്ക് നടത്താൻ പറ്റും. ദാറ്റ് മേ ലീഡ് ടു സം റെസിഡ്യുവൽ എറർ ആൻഡ് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു എലിമിനേറ്റ് ഓൾ സച്ച് അപ്രോക്സിമേഷൻസ് ആൻഡ് ഹെൻസ് എറേഴ്സ്. അപ്പോൾ എറേഴ്സൊക്കെ നമുക്ക് പോസിബിളാണ്. നമുക്ക് കുറച്ച് അപ്രോക്സിമേഷൻസ് നമുക്ക് നടത്താനായിട്ട് പറ്റും വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദീസ് കമ്പ്യൂട്ടർ എയ്ഡഡ് മെത്തേഡ്സ്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് theoretical chemistry may be defined as a mathematical description of chemistry, whereas computational chemistry is used when a mathematical method is sufficiently developed and it can be automated to use on a computer. കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടുകൂടി നമ്മൾ അതിനെ യൂട്ടിലൈസ് ചെയ്യുന്നു. There are two different aspects to computational chemistry. Computational studies can be carried out to find a starting point for a laboratory synthesis, and it can be used to predict the possibility of so far entirely unknown molecules or to explore reaction mechanisms that are not readily studied by. അപ്പോൾ നമുക്ക് അതർവൈസ് പോസിബിൾ അല്ലാത്ത മെക്കാനിസംസ് പഠിക്കാനോ അല്ലെങ്കിൽ നമുക്ക് സോഫാർ നമുക്ക് അറിയാൻ കഴിയാത്ത മോളിക്യുലാർ സ്ട്രക്ചേഴ്സ് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാനോ ഒക്കെ നമുക്ക് കമ്പ്യൂട്ടേഷണൽ കെമിസ്ട്രി നമ്മളെ ഹെൽപ്പ് ചെയ്യും. അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടിങ് ഒരു ലബോറട്ടറി റിയാക്ഷൻ അല്ലെങ്കിൽ ഒരു സിന്തസിസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു സ്റ്റാർട്ടിങ് പോയിൻ്റ് ഡെവലപ്പ് ചെയ്തെടുക്കാനും കമ്പ്യൂട്ടേഷണൽ സ്റ്റഡീസ് ഹെൽപ്പ് ചെയ്യും. ഇറ്റ് മേ ഹെൽപ്സ് നമ്പർ ഓഫ് പോയിൻറ്റ്സ് ആർ ദെയർ ടു എസ്റ്റിമേറ്റ് എനർജി ഡിഫറൻസസ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ്, to explain reaction pathways, allow scientists to generate and present molecular data, to calculate geometries, to determine energies, electronic properties, spectroscopic properties such as vibrational chemical shifts. ഇതൊക്കെ നിങ്ങൾ സ്പെക്ട്രോസ്കോപ്പിക് അനാലിസിസ് പഠിക്കുമ്പോഴാണ് ഈ ടേംസൊക്കെ ഫെമിലിയർ ആവുക. ദെൻ ബൾക്ക് പ്രോപ്പർട്ടീസ്, ഇതെല്ലാത്തിനും നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കമ്പ്യൂട്ടേഷണൽ കെമിസ്ട്രി ഇതിനകത്തുള്ള ഒത്തിരി പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നതിന്. സം സോഫ്റ്റ്വെയർ പാക്കേജസ് ഇൻ കമ്പ്യൂട്ടേഷണൽ കെമിസ്ട്രി ആർ ബയോമോളിക്കുലാർ മോഡലിംഗ് പ്രോഗ്രാംസ്, മോളിക്കുലാർ മെക്കാനിക്സ് പ്രോഗ്രാംസ്, ക്വാണ്ടം കെമിസ്ട്രി ആൻഡ് സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ് സോഫ്റ്റ്വെയർ സപ്പോർട്ടിംഗ് പ്രോഗ്രാംസ്, മോളിക്കുലാർ ഡിസൈൻ സോഫ്റ്റ്വെയർ, സെമി എംപിരിക്കൽ പ്രോഗ്രാംസ്. ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് കമ്പ്യൂട്ടേഷണൽ കെമിസ്ട്രിയിൽ ഇൻക്ലൂഡഡ് ആണ്. കോമ്പിനേറ്റോറിയൽ കെമിസ്ട്രി എന്ന് പറയുന്നൊരു പുതിയ വിങ് കൂടെ പറയുന്നുണ്ട്. ദിസ് ഹാസ് ബീൻ ടേക്കൺ അപ്പ് ബൈ ഇൻഡസ്ട്രി ഇൻ 1990s. കോമ്പിനേറ്റോറിയൽ കെമിസ്ട്രി എന്ന് പറയുന്നത് ശരിക്കും അത് ആ ഒരു ബ്രാഞ്ച് ഡെവലപ്പ് ചെയ്ത് വന്നിരിക്കുന്നത് SPPS എന്ന് പറയും. സോളിഡ് ഫേസ് പെപ്റ്റൈഡ് സിന്തസിസ് ചെയ്യുന്ന ആ ഒരു റിയാക്ഷൻ അല്ലെങ്കിൽ അത് നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമുക്കിങ്ങനെ ഒരു ബ്രാഞ്ച് അതിൽ നിന്ന് എമർജ് ചെയ്ത് വരുന്നത്. കോമ്പിനേറ്റോറിയൽ കെമിസ്ട്രി ആക്ച്വലി ഇൻവോൾവ്സ് ദ റാപ്പിഡ് സിന്തസിസ് ഓർ കമ്പ്യൂട്ടർ സിമുലേഷൻ ഓഫ് എ ലാർജ് നമ്പർ ഓഫ് ഡിഫറെൻറ്റ് ബട്ട് സ്ട്രക്ചറലി റിലേറ്റഡ് മോളിക്യൂൾസ് ഓർ മെറ്റീരിയൽസ്. ഇതും കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ്. സാധ്യതകളുള്ള ഒരേപോലത്തെ പലതരം മോളിക്യൂൾസിനെ അതിന് കമ്പ്യൂട്ടറിൽ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അത് നമുക്കിപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് മെഡിസിനൽ അല്ലെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രിയിലും ഇൻഡസ്ട്രിയിലുമാണ്. നമുക്ക് ഡ്രഗ് ഡെലിവറി അല്ലെങ്കിൽ ഡ്രഗ് സിന്തസിസ് അല്ലെങ്കിൽ ഡ്രഗ് ഫോമുലേറ്റ് ചെയ്തെടുക്കുന്നതിനൊക്കെ ഒത്തിരി നമ്മളെ ഈ കെമിസ്ട്രികൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, കമ്പ്യൂട്ടേഷണൽ ആസ് വെൽ ആസ് കോമ്പിനേറ്റോറിയൽ. So in order to handle large number of structural possibilities, നമുക്ക് സ്ട്രക്ചറൽ ഇപ്പം നമ്മളൊരു കോമ്പൗണ്ട് സിന്തസൈസ് ചെയ്യുമ്പോൾ അതിൻ്റെ സ്ട്രക്ചറിനെ നമുക്ക് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരുപാട് സ്ട്രക്ചേഴ്സിനെ നമുക്കൊരു വെർച്വൽ ലൈബ്രറിയിലൂടെ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതിൻ്റെ സാധ്യതകളെ പറ്റി പഠിക്കാൻ പറ്റും.
അപ്പോൾ അതെല്ലാം നമുക്ക് അലോ ചെയ്ത് തരുന്നത് കോമ്പിനേറ്റോറിയൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടേഷണൽ മെക്കാനിസം കെമിസ്ട്രി വഴിയാണ്. അതിൻ്റെ മെയിനായിട്ടുള്ള ആപ്ലിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് The material science has applied the techniques of combinatorial chemistry for the discovery of new materials. Successful in developing materials for catalysis, coatings, electronic devices, drug discovery. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊക്കെയാണ് അതിൻ്റെ ആപ്ലിക്കേഷൻസിൽ വരുന്നത്. And environmental chemistry, you are all familiar with the term environmental, which deals with the sources, reactions and transport of various substances released into environment segments like atmosphere, hydrosphere, biosphere. മെയിൻലി നമുക്കറിയാം എൻവയോൺമെൻറ്റൽ കെമിസ്ട്രി എന്ന് പറയുമ്പോൾ പൊല്യൂഷനുമായൊക്കെ റിലേറ്റ് ചെയ്ത് വരുന്ന പാർട്ടാണ്. ദെൻ ഗ്രീൻ കെമിസ്ട്രി എന്ന് പറയുന്നത് ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പോയിൻറ്റ്സിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് പൊല്യൂഷൻ റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള 12 പ്രിൻസിപ്പിൾസ് ചേർത്തുകൊണ്ടാണ് ഗ്രീൻ കെമിസ്ട്രിയുടെ ബേസ് അതിൻ്റെ അതിൻ്റെ ആ ഒരു ബേസ് നിൽക്കുന്നത്. ഇറ്റ് ബേസ്ഡ് ഓൺ ദിസ് 12 പ്രിൻസിപ്പിൾസ്. ഇപ്പോൾ 12 പ്രിൻസിപ്പിൾസിൽ നമുക്ക് നമ്മുടെ കെമിക്കൽസിൻ്റെ അളവ് കുറയ്ക്കുന്നതിനും റിയാക്ഷൻസ് കൂടുതൽ ഫ്രൂട്ട്ഫുള്ളായിട്ട് നടത്തുന്നതിനും പൊല്യൂഷൻ കുറയ്ക്കുന്നതിനും വേണ്ടിയിട്ടൊക്കെയുള്ള 12 പ്രിൻസിപ്പിൾസാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഈസ് ബെറ്റർ ടു പ്രിവെൻറ്റ് വേസ്റ്റ് ദാൻ ടു ട്രീറ്റ് ഓർ ക്ലീൻ അപ്പ് വേസ്റ്റ്. നമ്മൾ വേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനേക്കാളും അത് ഉണ്ടായിട്ട് നമ്മളതിനെ ക്ലീൻ ചെയ്യുന്നതിനേക്കാളും അത് കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക. സിന്തറ്റിക് മെത്തേഡ് ഷുഡ് ബി ഡിസൈൻ ടു മാക്സിമൈസ് ദ ഇൻകോർപ്പറേഷൻ ഓഫ് ഓൾ മെറ്റീരിയൽസ് യൂസ്ഡ് ഇൻ ദ പ്രോസസ് ഇൻ ടു ദി ഫൈനൽ പ്രോഡക്റ്റ്. നമ്മൾ ഒരു റിയാക്ഷൻ സിന്തസിസിന് ഉപയോഗിക്കുന്നതിൽ നമുക്ക് വേസ്റ്റേജ്, അതായത് നമ്മൾ ഉപയോഗിക്കുന്നതെല്ലാം നമ്മൾ റിയാക്റ്റൻസ് എല്ലാം ഫുള്ളായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ മെത്തേഡ്സിനെ ഡിസൈൻ ചെയ്യുക. Then whenever practicable, synthetic methodologies should be designed to use and generate substances that possesses little or no toxicity to human health. Then chemical products should be designed to preserve usefulness of function while reducing toxicity. The use of auxiliary substances should be made unnecessary whenever possible. ഓക്സിലറി സബ്സ്റ്റൻസസ്, സോൾവെൻറ്റ്സ്, നമ്മൾ റിയേജൻസ് കൂടാതെ നമ്മൾ അതിന് ഓക്സിലറി ആയിട്ട് ഉപയോഗിക്കുന്ന സബ്സ്റ്റൻസസ്. എനർജി റിക്വയർമെൻറ്റ്സ് ഷുഡ് ബി റെക്കഗ്നൈസ്ഡ് ഫോർ their environmental and economic impacts and should be minimized. Synthetic methods should be conducted at ambient temperature and pressure. A raw material or feedstock should be renewable. Then reduce derivatives whenever possible. Catalytic reagents are superior to stoichiometric reagents. Catalyst use ചെയ്യാം. Then chemical products should be designed so that at the end of the function they do not persist in the environment. സോ ഇതൊക്കെ ചേർന്നിട്ടാണ് 12 പ്രിൻസിപ്പിൾസ് വരുന്നത്. അനലിറ്റിക്കൽ മെത്തഡോളജീസ് നീഡ് ടു ബി ഫർദർ ഡെവലപ്ഡ് ടു അലോ റിയൽ ടൈം ഇൻ പ്രോസസ് മോണിറ്ററിങ് ആൻഡ് കൺട്രോൾ പ്രയോർ ടു ദ ഫോർമേഷൻ ഓഫ് ഹസാർഡസ് സബ്സ്റ്റൻസസ്. നമ്മൾ റിയൽ ടൈം എന്ന് പറഞ്ഞാൽ നമ്മൾ ലൈവായിട്ട് നമുക്ക് അനലൈസ് ചെയ്യാൻ കഴിയുന്ന ടെക്നോളജീസ് വേണം. അതായത് ഹസാർഡസ് ആയിട്ടുള്ള സബ്സ്റ്റൻസസ് ഉണ്ടാകാതെ നമുക്ക് നോക്കാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. ലൈവായിട്ട് നമ്മൾ ആ പ്രോസസ്സിനെ നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മളതിനെ ഓരോ പ്രോസസ്സും നമ്മൾ ലൈവ്, അതായത് ഓൺലൈൻ, മീൻസ് റിയൽ ടൈം എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പോഴപ്പോഴും നമ്മളതിനെ വീക്ഷിക്കുകയും അതിലൂടെ നമുക്കതിന് എന്തെങ്കിലും
ഹസാഡസ് ആയിട്ടുള്ള മെറ്റീരിയൽ ഉണ്ടാകുന്നതിന് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനും കഴിയും. Then substitutions and the form of substances used in the chemical process should be chosen to minimize potential for chemical accidents, including releases, explosions or fires, etc.